നമുക്ക് നിയോഗങ്ങളിലെ ശരികൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തങ്ങൾ ഓരോ കാലഘട്ടത്തിലും നിർവഹിച്ചുകൊണ്ടേ പോവുക എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു വികാരം ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ ഒരു കാലത്തും. അരിഷ്ടം കഴിക്കുന്നുണ്ട്, അപ്പൊ തല്ലു നടത്താൻ പോവുക. നമ്മുടേതായിട്ടുള്ള അനുമാനങ്ങളാണല്ലോ. നമുക്ക് 5 ആഴ്ചക്കാലം ഫീൽഡിൽ നിന്നപ്പോൾ കിട്ടിയ ഒരു ഫീഡ്ബാക്ക്, താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാധ്യതയുള്ള ഒരു പ്രോബബിലിറ്റി ആണല്ലോ. അപ്പൊ ആ പ്രോബബിലിറ്റിയിലെ ഒരു പ്രോബബിലിറ്റി അസർട്ട് ചെയ്യുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ്. വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല. എന്തിനൊരാൾ കോൺഗ്രസ് വിട്ട് ഇടത് രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതിനെ മുന്നോട്ട് വെക്കാൻ ഇടതുപക്ഷം തീരുമാനിക്കുകയായിരുന്നു. ഇത്രയും വിദഗ്ധമായി ഈ ദൗത്യം നിർവഹിച്ച നീ യഥാർത്ഥത്തിൽ സമർത്ഥനാണ്, സംശയമില്ല. ആ സമയത്താണ് താങ്കൾ മാധ്യമപ്രവർത്തകർ പറയുന്നു താങ്കൾ പി സരിൻ താങ്കളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ആ സമയം തന്നെ താങ്കൾ LDF-ലേക്ക് ഒരു SOS മെസ്സേജ് അയക്കുകയാണ്. LDF-ന് എനിക്ക് ഇടവുണ്ടോ എന്ന് അവിടെ തന്നെ ചോദിക്കുകയാണ്. ഡോക്ടർ പി സരിൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം IT സെല്ലിന്റെ കൺവീനർ ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആ പദവിയിൽ ഇന്നേ വരെ കോൺഗ്രസ് ആരെയും സ്ഥാപിച്ചിട്ടില്ല. അതിനർത്ഥം എന്താണ്? ഇവിടെയുള്ള ഒരു ചൊല്ലുണ്ട്, താൻ കേട്ട് കാണത്തില്ല, വരത്തം പട്ടിക്ക് ചോറ് കൊടുക്കരുത്. സരിനാരാ ഞങ്ങൾക്ക് എന്താ? ആയിരക്കണക്കിന് ചെറുപ്പക്കാർ, ആയിരക്കണക്കിന് ആളുകൾ ഇദ്ദേഹം പറഞ്ഞത് കേട്ടുകൊണ്ട് പോസ്റ്റ് ഇട്ടവരുണ്ട്. എന്താ ഞാൻ പറയാ അതിന്? ഇടതുപക്ഷത്തിന്റെ കേസുകൾ പ്രതിയായപ്പെട്ടവരുണ്ട്. ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത വാചകങ്ങൾ അതേപടി പോസ്റ്റ് ഇട്ടതിന്റെ പുറത്ത് പിണറായി വിജയനെതിരായി, CPM-നെതിരായി, ഇടതുപക്ഷത്തിനെതിരായി. പൂജപ്പര ജയിലിൽ കിടക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരക്ഷരം വേണ്ടി പോകരുത്. കൊല്ലം കൂടുമ്പോ ബ്രാഞ്ച് മുതൽ ദേശീയ കോൺഗ്രസ് വരെ കൂടുന്ന പാർട്ടിയായത്. അല്ലാതെ പൊടി തട്ടിയെടുക്കുന്ന ഈ ബൈടെക് പോലെ ചിന്തൻ ബൈടെക് എന്ന് പേരിട്ട് വിളിച്ച് നിലത്തിരുന്ന് ഗാന്ധിയെ അനുസ്മരിക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഉരുളൻ തലോണിയും വെച്ച് അതിൽ കൈചാരിയിരുന്ന് 3 ദിവസം ഇരുന്ന് പിരിയലല്ല. ഒരു മണ്ഡലം സമ്മേളനം കേരളത്തിൽ മുഴുവൻ നടത്തിയിട്ട് കോൺഗ്രസ് കാലം എത്രയായി പോട്ടെ. സംസ്ഥാന സമ്മേളനം കോൺഗ്രസ് അവസാനം നടന്നത് എന്നാണ് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. ഞാൻ ലോക്കലാണെന്ന് എന്നോട് ആരാ പറഞ്ഞ? മല്ലികാർജുൻ ഖാർഗെ മത്സരിക്കാൻ വേണ്ടി വരുന്നു. കോൺഗ്രസിന്റെ ഒരു വിഭാഗം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. ശശി തരൂർ സ്വന്തം നിലയിൽ AICC അംഗം നിലയിൽ മത്സരിക്കാൻ വരുന്നു. കോൺഗ്രസ് അതിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർമാർ യോഗം കൂടി ഇലക്ഷൻ ഡേറ്റ് വെച്ചു. ഇന്ത്യ രാജ്യത്തിന്റെ എല്ലായിടത്തും പോളിംഗ് ബൂത്ത് ഇട്ടു. പോളിംഗ് ബൂത്തിന്റെ മുമ്പിൽ AICC മെമ്പർമാർ ക്യൂ നിന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ക്യൂ നിന്ന് വോട്ട് ചെയ്തു. വോട്ട് ചെയ്തതിനു ശേഷം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു ഖാർഗെ വിജയിച്ചതിനു ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഇന്ത്യ രാജ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി ശ്രീ ഖാർഗെ വന്നു. സംസ്ഥാന സെക്രട്ടറി എങ്ങനെയാ എതിർത്താൽ ഒന്നുകിൽ പാർട്ടിക്ക് പുറത്തു പോകുക, അല്ലെങ്കിൽ വിഭാഗീയത ആരോപിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യുക. ഞങ്ങൾ ഒറ്റ കാര്യം, അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ജനാധിപത്യമില്ല എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് ചരിത്രബോധമുണ്ട്. പിണറായി വിജയൻ തീരുമാനിക്കുന്നു, ഗോവിന്ദൻ പോയി സമ്മേളനം വിളിക്കുന്നു. സമ്മേളനത്തിൽ ഗോവിന്ദൻ എന്ന് പറയുമ്പോ ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനീഷ്യൽ പറയാം, ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ പത്മനാഭൻ എന്ന് വിളിക്കും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. അല്ല, അങ്ങനെയല്ല, ഗോവിന്ദൻ എന്ന് വിളിക്കും. കണ്ടിടത്തോളം എല്ലാം ഒരു തൊട്ടി സെറ്റപ്പാണ്. നോക്കൂ, സരിനെ എന്ന് വിളിക്കും. നിങ്ങൾ ഷഫീർ എന്ന് വിളിച്ചോ. സരിൻ VD സതീശൻ അങ്ങോട്ടൊന്നല്ലോ പറഞ്ഞത്, ശ്രീ VD സതീശൻ എന്നല്ലോ. VD സതീശൻ അങ്ങോട്ട് കിട്ടും, തരുന്ന പോലെ അങ്ങോട്ട് കിട്ടോളൂ.